2023 മെയ് മാസം 3-ാം തീയതി മണിപ്പൂരിലെ ഡിവൈസൺ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആംഗ്ലോ കുക്കി യുദ്ധസ്മാരകത്തിലേക്ക് ഒരു ആൾക്കൂട്ടം പാഞ്ഞെടുക്കുന്നു. അന്ന് ആ ചുറ്റുവട്ടത്തിലുള്ള പോലീസ് ഫോഴ്സിന് തടയാൻ സാധിക്കുന്നതിലും അധികം പേർ ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആയുധങ്ങൾ മുതൽ മരക്കഷ്ണങ്ങൾ വരെ അവരുടെ കൈകളിലുണ്ടായിരുന്നു. ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ എന്ന സംഘടനയായിരുന്നു അതിന്റെ സംഘാടകർ. മണിപ്പൂർ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തേകൾക്ക് ഷെഡ്യൂൾഡ് ട്രൈബിൽ ഉൾപ്പെടുത്തി സംവരണം ഉറപ്പാക്കലായിരുന്നു അവരുടെ ആവശ്യം. 1-ാം ലോകമഹായുദ്ധത്തിൽ ചാവേറുകളായി കുക്കികളെ നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്ന ഗോത്രവർഗ പോരാട്ടത്തിന്റെ സ്മരണവേറുന്ന യുദ്ധസ്മാരകത്തിന്റെ കവാടം സമരക്കാർ അടിച്ചു തകർക്കുന്നു. സമീപകാല ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗീയ കലാപത്തിന്റെ, അതിന് ഒളിഞ്ഞും തെളിഞ്ഞും വെള്ളവും വളവും കൊടുത്ത ഹിന്ദുത്വത്തിന്റെ, 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും അനിശ്ചിതത്വത്തിലാക്കിയ മണിപ്പൂർ കലാപത്തിന്റെ ആദ്യ വാൾമുഴക്കത്തിന്റെ ആരംഭമായിരുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സവിശേഷത ഏതാണ്ട് അതേപടി ഉൾച്ചേർക്കപ്പെട്ട സംസ്ഥാനമാണ് മണിപ്പൂർ. 34 ലക്ഷത്തിനടുത്ത് വരുന്ന ജനങ്ങൾ, പകുതിയിലധികം മെയ്തേകൾ. തലസ്ഥാനമായ ഇംഫാലിന്റെ താഴ്വാരങ്ങളിൽ അവർ ജീവിച്ചു വരുന്നു. ബാക്കി വരുന്ന കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. മലയോര മേഖലകളാണ് ഇവരുടെ തട്ടകം. കുറെ കൂടി മ്യാൻമർ ജനതയുടെ ജീവിതങ്ങളോട് താതാത്മ്യപ്പെട്ടാണ് അവർ കഴിഞ്ഞു വരുന്നത്. ഈ വിഭാഗത്തിന് മാത്രമേ മണിപ്പൂരിൽ സംവരണാധികാരം ഉണ്ടായിരുന്നു. ചരിത്രപരമായി സംഘർഷം നിലനിൽക്കുന്ന 2 വിഭാഗങ്ങളാണ് മെയ്തേയ് കുക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി അഥവാ സാലൻ ഗാം എന്ന് വിശേഷിക്കപ്പെടുന്ന അവരുടെ മാതൃരാജ്യം സ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യമായി 90കളിൽ ആയുധം കയ്യിലെടുത്തവരായിരുന്നു കുക്കികൾ. കുക്കികളുടെ അധിവാസ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗവും ഗ്രേറ്റർ നാഗാലാൻഡ് എന്ന പേരിൽ നാഗകൾ ആവശ്യമുന്നയിക്കുന്ന സ്വതന്ത്ര നാടുമായി ചേർന്ന് കിടക്കുന്നതാണ്. ഇതുമൂലം നാഗകളുമായുള്ള ഏറ്റുമുട്ടലിന് 90കളിൽ കുക്കികൾ ആയുധമെടുക്കുന്നുണ്ട്. മണിപ്പൂർ രാജവംശവും ഇന്ത്യൻ യൂണിയൻ സർക്കാരും തമ്മിൽ 1949 ഒപ്പുവെച്ച ലയനക്കരാറിൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്നാണ് കുക്കികൾ ആരോപിക്കുന്നത്. വംശീയ സംഘർഷങ്ങൾ കലുഷിതമായ മണിപ്പൂരിൽ സമാധാനം കടന്നുവരുന്നത് 2008 സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ ഒപ്പുവെക്കുന്നതോടെയാണ്. മണിപ്പൂരിലും കേന്ദ്രത്തിലും BJP അധികാരത്തിലെത്തിയതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. കുടിയേറ്റക്കാർ എന്ന് മുദ്ര ചാർത്തപ്പെട്ട് കിട്ടിയ കുക്കികൾ മണിപ്പൂരിൽ അശാന്തരായി. BJP പ്രതികാര നടപടികൾ ചെറുതും വലുതുമായി സ്വീകരിച്ചു പോന്നു. അതിനിടയിലാണ് ഭൂരിപക്ഷമായ മെയ്തേകൾക്ക് സംവരണം അനുവദിക്കാൻ BJP തീരുമാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ മണിപ്പൂർ യുദ്ധഭൂമിയായി. ന്യൂനപക്ഷമായ കുക്കികൾ അവരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, പള്ളികൾ, വിശ്വാസങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു. 260 ജീവനുകൾ കലാപത്തിൽ പൊലിഞ്ഞു. സ്ഥലകാലങ്ങൾ നഷ്ടപ്പെട്ട 63,000 പേർ അഭയാർത്ഥികളായി. കുക്കി യുവതികളെ വിവസ്ത്രരാക്കി തെരുവുകളിലൂടെ നടത്തിച്ചു. അപ്പോഴൊക്കെ മണിപ്പൂർ ഭരണകൂടം നിഷ്ക്രിയരായിരുന്നു. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. അവർ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുകയായിരുന്നു. കുക്കികളെ അടിച്ചമർത്തി അവരുടെ മേൽ കലാപക്കുറ്റം പഴിചാരി ഒടുക്കം ഫെബ്രുവരി 9-ന് BJP മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ രാജിവെച്ചു. കലാപം തുടങ്ങി 79 ദിവസം വരെ മോദി ഒരക്ഷരം മിണ്ടിയില്ല. പാർലമെന്റിൽ നിരവധി തവണ ആവർത്തിച്ചു ചോദിച്ചിട്ടും വിശ്വഗുരു അഗാധ മൗനത്തിലായിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം ഒരു റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് മോദി മണിപ്പൂരിലെത്തുമ്പോൾ കാത്തുനിൽക്കുന്നത് കലാപം ബാക്കി നിർത്തിയ ചാരമോ പുകയോ ആവും. സെപ്റ്റംബർ 12 മുതൽ 14 വരെ മോദി മണിപ്പൂരിലുണ്ടാവും. ഗുജറാത്തിന് സമാനമായി ആസൂത്രണം ചെയ്യപ്പെട്ട വർഗീയ കലാപം ഇന്ത്യയുടെ പടിഞ്ഞാറേ അതിരിൽ നിന്നും കിഴക്കേ അതിരിലേക്ക് കത്തിപ്പടർന്നതിൽ BJP വഹിച്ചത് ചെറിയ പങ്കല്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ശത്രുവെന്ന് വിലയിരുത്തി തുടച്ചു നീക്കുന്ന പ്രക്രിയയുടെ മറ്റൊരു ഭാഗം മാത്രമാണ് മണിപ്പൂർ. കലാപം അടിച്ചമർത്തിയെന്ന് കേന്ദ്രം പറഞ്ഞതിന് ശേഷമാണ് മോദി മണിപ്പൂരിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോഴും അവിടെ പൊലിഞ്ഞു വീണ മനുഷ്യരുടെ ചോര, അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണ്ണീർ, ജനിച്ച് ഭൂമിയിൽ നിന്നും നിഷ്കാസിതരാക്കപ്പെട്ട അനേകങ്ങളുടെ വെളിച്ചം പറ്റിയ കണ്ണുകൾ മോദിയോടും ആ ഫാസിസ്റ്റ് ഭരണകൂടത്തോടും ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനായിരുന്നു ഇതൊക്കെ?